കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് താലിബാൻ ആണോ, അല്ലെങ്കിൽ ബോക്കോ ഹറാം ആണോ, അല്ലെങ്കിൽ ISIS ആണോ, അതുമല്ലെങ്കിൽ അതിനേക്കാൾ പ്രാകൃതവും ഭീകരവുമായ മറ്റേതെങ്കിലും സംഘടനകൾ ആണോ? ഈ ചോദ്യം ചോദിക്കാൻ കാരണം കോഴിക്കോട് കാക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ വെച്ച് 2 മാസം പ്രായമായ ഒരു കുട്ടി അനസ്തേഷ്യ കൊടുത്ത് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. എന്തിനാണ് ഈ അനസ്തേഷ്യ കൊടുത്തത്? ചേലാകർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ്. സാധാരണ ചേലാകർമ്മം എന്നൊക്കെ പറയുന്നത് ഒരു 5-6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് ജനിച്ച് 60 ദിവസത്തിനുള്ളിൽ ഒരു കുട്ടിയുടെ ചേലാകർമ്മം നിർവഹിക്കുക, അതിനുവേണ്ടി അനസ്തേഷ്യ കൊടുക്കുക, അതിന് ഒരു കോപ്പറേറ്റീവ് ക്ലിനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവിടെ പീഡിയാട്രീഷ്യൻ ഇല്ല, ഈ അനസ്തേഷ്യ കൊടുക്കാനുള്ള യോഗ്യതയുള്ള ആൾക്കാരുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ ഒരു കുഞ്ഞ് കൊല്ലപ്പെടുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നറിയുമ്പോൾ ഏതെങ്കിലും ശിശുരോഗ വിദഗ്ധനുള്ള ആശുപത്രിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് ക്ലിനിക്കിലുള്ളവർ പറയുന്നു. അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. പോലീസ് എത്തുന്നു, ബാക്കി കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം വേണം എന്നാവുന്നു. സംഗതി സമൂഹം മുഴുവൻ അറിഞ്ഞു. ഇപ്പോൾ എന്താണ് അതിൻ്റെ പ്രതികരണം? ബന്ധുക്കൾക്ക് പരാതിയില്ല, കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പരാതിയില്ല, ആരും പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ നാട്ടുകാർക്ക് എന്താ ഇത്ര പരാതി? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്ന മലബാർ പ്രദേശത്ത് മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രസവത്തിന് ആശുപത്രിയിൽ പോകാൻ പാടില്ല, അങ്ങനെ പോയാൽ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ, അതായത് പ്രസവിക്കുന്ന സ്ത്രീയുടെ മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ പ്രസവിക്കുന്ന സ്ത്രീയെ നഗ്നയായി കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്ന ഒരു തീരുമാനം ഉണ്ടാവുന്നു. ആരാണ് തീരുമാനമെടുത്തത്? ആർക്കും അറിയില്ല. പക്ഷെ തീരുമാനം നടപ്പാക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടുന്ന ഒരു സമൂഹമായി കേരളം വളരുകയാണോ അതോ വീഴുകയാണോ? ഈ ചോദ്യമൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അതുമാത്രമല്ല, മരുന്നുകൾ വേണ്ട, ആശുപത്രി വേണ്ട, അക്യുപങ്ചർ മാത്രം മതി എന്ന രീതിയിലുള്ള വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധ കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മരുന്നുകളെ ഇല്ലാതെ ചികിത്സിച്ച് പ്രാർത്ഥന കൊണ്ട് മാത്രം എല്ലാം മാറും എന്ന് കരുതി അവസാനം രോഗി മരിച്ചു പോകുന്നു. അതും ഈ കേരളത്തിൽ സംഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിൽ അരങ്ങേറുമ്പോൾ ഇതൊന്നും കേരളത്തിൻ്റെ പൊതുരംഗത്ത് ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാൾ ഭീകരമായ അവസ്ഥ. എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല? ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, യുവജന സംഘടനകളുണ്ട്, ബാലാവകാശ പ്രവർത്തകരുണ്ട്, മനുഷ്യാവകാശ സംഘടനകളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികളുണ്ട്. ഇങ്ങനെ എല്ലാവരെ കൊണ്ടും നിറഞ്ഞ കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്. എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല? രാഷ്ട്രീയ പാർട്ടികൾ ഭയമാണ്. കാരണം ചോദ്യം ചെയ്താൽ സംഘടിത വോട്ടുള്ള അവരുടെ വോട്ട് സംഘടിതമായിട്ട് അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ കണ്ണുമടച്ചങ്ങിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ഏതൊരു കാര്യവും ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു കോണിൽ നടന്നാൽ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും നടന്നാൽ, ഇവിടെ ആഴ്ചകളോളം അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ചാനലുകൾ ഈ കാര്യങ്ങൾ കണ്ട ഭാവമില്ല, അടുപ്പ് കൂട്ടി ചർച്ചയില്ല. അതെന്താ അങ്ങനെ? അങ്ങനെയൊന്നും ചോദിക്കരുത്, അതങ്ങനെയാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട് കേരളത്തിൽ: സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, കുട്ടികളുടെ കാര്യത്തിലൊക്കെയാണ് ബാലാവകാശ പ്രവർത്തകർ, സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീ സംരക്ഷകർ എന്നുവേണ്ട ആയിരക്കണക്കിന് സംഘടനകൾ, വലിയ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ചർച്ചകൾ, സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ, പത്രവാർത്തകൾ, സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ. പക്ഷേ ഇവിടെ ഈ മലബാറിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ അടുത്ത് ഇവരാരും കമാന്നൊരക്ഷരം മിണ്ടുകയില്ല, പ്രതികരണമേ ഇല്ല. എന്തുകൊണ്ട് പ്രതികരണമില്ല?
അതും കേരളം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടോട്ടെ എന്നാണ് എങ്കിൽ അങ്ങനെ കരുതേണ്ട ഒരു വിഷയമല്ല. ആ കുട്ടിയുടെ ചേലാകർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയി, ആ കുട്ടി തന്നെ മരിച്ചുപോയി, ചികിത്സയിലുണ്ടായ പിഴവാണ്, ചികിത്സിക്കാൻ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ഉള്ള സ്ഥാപനമാണോ? ചോദ്യമില്ല. അനസ്തേഷ്യ കൊടുക്കാൻ കഴിവുള്ള ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നോ? ചോദ്യമില്ല. അനസ്തേഷ്യ കൊടുത്ത് ചെയ്യേണ്ട ഒരു കർമ്മമാണോ ചേലാകർമ്മം? അതിനും ചോദ്യമില്ല. ഇനി ചേലാകർമ്മം തന്നെ അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ, ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് അതും മിണ്ടുന്നില്ല. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ ഇത് പ്രബുദ്ധ കേരളമാണ്, വിദ്യാഭ്യാസം കൊണ്ട് അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയ സ്ഥലമാണ്, ലോകത്ത് പല കാര്യത്തിലും നമ്പർ 1 ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ അനുസ്യൂതം അവിരാമം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അന്വേഷണമില്ല, പഠനമില്ല, പഠന റിപ്പോർട്ടുകളില്ല. അല്ലെങ്കിൽ ലേഖന പരമ്പരകൾ പ്രസിദ്ധീകരിക്കേണ്ടതാണ് പത്രങ്ങൾ, ലേഖന പരമ്പരകളില്ല. അപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. കേരളം താലിബാൻ പോലെയുള്ള ഏതോ ഭീകര സംഘടന ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കീഴിൽ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിശബ്ദത പാലിക്കുകയാണ്, അഥവാ പ്രതികരിക്കാൻ ഭയക്കുകയാണ്. എന്നാൽ ഞങ്ങളിവിടെയുണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ എവിടെ പോയി? കാരണം മീഡിയയെ തീറ്റിപ്പോറ്റുന്നത് ഈ പറയുന്ന ഭീകര സംഘടനകൾ തന്നെയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മീഡിയ എന്ന് പറയുന്നത് പത്രങ്ങളുണ്ട്, ചാനലുകളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള മാധ്യമങ്ങളുമുണ്ട്. എന്നാൽ ഈ മാധ്യമങ്ങളൊന്നും എന്താ മിണ്ടാത്തത്? അവരെന്താ പ്രതിഷേധിക്കാത്തത്? അവരെന്താ സത്യം അന്വേഷിക്കാത്തത്? കാരണം അവർക്കും ജീവിച്ചിരിക്കണം. അവരുടെ ലേഖകന്മാർക്ക് ജീവനിൽ കൊതിയുണ്ട്. മാത്രമല്ല അവരെയൊക്കെ തീറ്റിപ്പോറ്റാൻ പരസ്യം വേണം. ഈ പരസ്യം കൊടുക്കാൻ കയ്യിൽ പണമുള്ളവനും കച്ചവടമുള്ളവനും പരസ്യത്തിന് പാങ്ങുള്ളവനും വേണം. അവരൊക്കെ ഈ ഭീകരവാദികളോടൊപ്പമാണ് എങ്കിൽ നാളെ പരസ്യം കിട്ടാതെ മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഇടവരരുതല്ലോ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുകയാണ്. ഇതല്ലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യത്തിൽ എന്ന നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ തന്നെ എല്ലാ അസുഖവും മാറും, അതുകൊണ്ട് ആശുപത്രിയെ ആവശ്യമില്ല എന്ന് പറയുന്നവരെല്ലാ മതത്തിലുമുണ്ട്. പക്ഷെ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അപകടങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിൽ അത്തരം പ്രാക്ടീസ് ആരു ചെയ്താലും എതിർക്കപ്പെടേണ്ടതല്ലേ? അതല്ലെങ്കിൽ ഏതെങ്കിലും ചില മതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം എതിർക്കുകയും മറ്റു ചില മതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ എതിർക്കാതിരിക്കുകയും ചെയ്യുന്നത് ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സ്വതന്ത്ര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ അഭിമാനിക്കുന്ന കേരളത്തിൽ ദൈനംദിനം ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചാൽ നമുക്കെന്തായിരിക്കും വരാൻ പോകുന്ന ഭാവി എന്ന് ഓർക്കുക. അതായത് ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ അധികാരത്തെ സമ്പൂർണ്ണമായി പിടിച്ചടക്കിയാൽ പിന്നെ നമുക്ക് പോലീസ് ഉണ്ടായിട്ടും കോടതി ഉണ്ടായിട്ടും നമുക്ക് മാധ്യമങ്ങളുണ്ടായിട്ടും ഗവൺമെൻറ് ഉണ്ടായിട്ടും യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഭീകരർ ഈ കേരളം ഭരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, കഴിയുമെങ്കിൽ പ്രതികരിക്കുക.